Good afternoon, all. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Prayer പറഞ്ഞോ കേട്ടോ. Okay, ma'am. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ ചോടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ കുഞ്ഞു വീടിനുൾക്കണങ്ങൾ സ്വർഗമാകണേ അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. താങ്ക് യു മാം. സൈൻ പറഞ്ഞോ കേട്ടോ. Sign in. Good afternoon, ma'am, and my dear friends. It is my great pleasure to welcome you all to today's class. I hope this session will be interesting and helpful for everyone. Thank you, and let us begin our class. Out of the day പറഞ്ഞോ കേട്ടോ. കുഴപ്പമില്ല. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കീ ഡയമെൻഷൻസ് ഓഫ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ? സെമിനാർ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ഓക്കെ സുമയ, മുൻ മനസ്സിലായ കാര്യങ്ങൾ ഇപ്പൊ കീ ഡയമെൻഷൻസ് ഓഫ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിനെ കുറിച്ചിട്ട് മുൻ മനസ്സിലായ കാര്യങ്ങളൊന്ന് പറഞ്ഞേ. കേൾക്കാൻ പറ്റുന്നുണ്ടോടാ? ഓക്കെ, ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്നില്ല മാം. കുഴപ്പമില്ലാടാ, പറഞ്ഞാൽ മതി. Okay, good afternoon all. I am Sumaya, 15th batch. Today I am conducting the seminar topic Key Dimensions of Family and School Partnership. കുടുംബവും സ്കൂൾ ബന്ധത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ. കുടുംബവും സ്കൂളും തമ്മിൽ പങ്കാളിത്തത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൻ്റെ 7 പ്രധാന ഘടകങ്ങളെക്കുറിച്ച് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. 1. കമ്മ്യൂണിക്കേറ്റിംഗ്, ആശയവിനിമയം. 2. കണക്റ്റിംഗ്, ലേണിംഗ് അറ്റ് ഹോം ആൻഡ് അറ്റ് സ്കൂൾ, വീട്ടിലും സ്കൂളിലും പഠനബന്ധം സ്ഥാപിക്കൽ. 3. ബിൽഡിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് ഐഡൻറ്റിറ്റി, സമൂഹവും വ്യക്തിത്വവും നിർമ്മിക്കൽ. 4. റെക്കഗ്നൈസിങ് ദ റോൾ ഓഫ് ദ ഫാമിലി, കുടുംബത്തിൻ്റെ പങ്ക് തിരിച്ചറിയൽ. 5. കൺസൾട്ടേറ്റീവ് ഡിസിഷൻ മേക്കിംഗ്, ഉപദേശപരമായ തീരുമാനമെടുക്കൽ. 6. കൊളാബറേറ്റിംഗ് ബിയോണ്ട് ദ സ്കൂൾ, സ്കൂളിന് പുറത്തുള്ള സഹകരണം. 7. പാർട്ടിസിപ്പേറ്റിംഗ്, പങ്കാളിത്തം. ഇവ കുട്ടികളുടെ സമഗ്ര വളർച്ചയ്ക്ക് വളരെ പ്രധാനമാണ്. നമുക്ക് ഓരോ പോയിന്റുകളായിട്ട് പരിചയപ്പെടാം. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ശരി, താങ്ക് യു. നമ്മള് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിനെ കുറിച്ചിട്ടാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ? മെയിൻലി എത്ര ഡയമെൻഷൻസ് ആണ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിനുള്ളത്? 7 ഡയമെൻഷൻസ് ആണ് ഒരു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിനെ സംബന്ധിച്ച്. 7 ഡയമെൻഷൻസ് ആണ് ഉള്ളത്. എന്തൊക്കെയാണ്? സുനയ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേറ്റിംഗ്, then connecting learning at home and at school, then building community and identity, recognizing the role of the family, consultative decision making, collaborating beyond the school, participating. So ഈ ഓരോ ഡയമെൻഷൻസ് ആണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ആണ് കമ്മ്യൂണിക്കേറ്റിംഗ് കേട്ടോ. കമ്മ്യൂണിക്കേറ്റിംഗ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ, എന്നാലും ഒന്നും കൂടി പറയാം. കമ്മ്യൂണിക്കേഷൻ
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് അല്ലെ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഏതൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. പ്രോപ്പർ ചാനലിലൂടെ ആയിരിക്കണം കമ്മ്യൂണിക്കേഷൻ വരുന്നത്. എന്ന് വെച്ചാല് നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ചാനൽ ആയിരിക്കണം. ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ടു വേ ആയിരിക്കും. നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് റിപ്ലൈ കിട്ടണം. അതാണ് ടു വേ കമ്മ്യൂണിക്കേഷൻ. ഞാൻ മഞ്ജുവിനോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ മഞ്ജുവിന് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുകയും വേണം. എന്ന് വെച്ചാൽ എന്റെ ലാംഗ്വേജ് മനസ്സിലാവണം, തിരിച്ച് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കണം. ഇതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. The key dimension considering the effective communication കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ആക്റ്റീവ്, റെഗുലർ ആൻഡ് ഫ്രണ്ട്ലി. എപ്പോഴും കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം? ആക്റ്റീവ് ആയിരിക്കണം, റെഗുലർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം, അതേപോലെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലായിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. സ്കൂൾ ഷുഡ് മേക്ക് ദ ഫാമിലി ഫീൽ വെൽക്കം ആൻഡ് വാല്യൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്കൂൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഫാമിലീസിനെ വെൽക്കം ചെയ്യണം, അവരെ വാല്യൂ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ബി ടു വേ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലുള്ള എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആണ്? സ്കൂളും ഫാമിലിയും തമ്മിലുള്ള ഒരു ടു വേ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആണ് എന്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫാമിലി ആൻഡ് സ്കൂൾ ഷുഡ് ലേൺ അബൌട്ട് ഈച്ച് അതർ. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ പരസ്പരം അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഫാമിലീസ് ആർ പാർട്ട്നേഴ്സ് ഇൻ സോൾവിങ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിൽ ഫാമിലീസ് ഒരു ജെന്യുവൻ പാർട്ട്ണർ ആണ്. ഫാമിലീസിനെ കൂടി കൺസിഡർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ സ്കൂളുകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. കമ്മ്യൂണിക്കേഷൻ ഷുഡ് റെസ്പെക്ട് കൾച്ചർ ആൻഡ് ലാംഗ്വേജ് ഡിഫറൻസ്. നമുക്കറിയാം മിക്ക ഫാമിലീസിന്റെയും ചിലപ്പോ ലാംഗ്വേജ് ഡിഫറൻസ് ഉണ്ടാവും. നമ്മളിപ്പോ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഫാമിലീസിനും ആ ഒരു ലാംഗ്വേജ് കംഫർട്ടബിൾ ആവണമെന്നില്ല. അങ്ങനത്തെ ഡിഫറൻസ് വരുമ്പോൾ എല്ലാവർക്കും ആക്ട് ആവുന്ന രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം നമ്മൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. സ്കൂൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഫാമിലി നീഡ്സ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ഓരോ ഫാമിലിയുടെയും നീഡ്സും ആവശ്യകതകളും ആപ്റ്റിറ്റ്യൂഡും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. എന്നാലാണ് നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പാരന്റ്സ് ഐഡിയാസ് ഒപ്പീനിയൻ ഷുഡ് ബി എന്താണ് അപ്രിസിയേറ്റഡ്. പാരന്റ്സ് നമ്മളോട് അഭിപ്രായങ്ങൾ പറയും, അവരുടെ ഒപ്പീനിയൻസും കാര്യങ്ങളും പറയും. അപ്പൊ നമ്മളത് എന്ത് ചെയ്യണം? അപ്രിസിയേറ്റ് ചെയ്യണം. ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ റിട്ടേൺ, ഓറൽ. റിട്ടേൺ എന്ന് പറയുമ്പോൾ ലെറ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇമെയിൽസ് ആയിരിക്കാം. ഓറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്കാൽ പറയുന്ന കമ്മ്യൂണിക്കേഷൻ, പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആവാം. എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ്. ഏതൊരു റിലേഷൻഷിപ്പിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു ഫാക്ടറാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ആക്റ്റീവ്, ഫ്രീക്വന്റ്, കൾച്ചറലി സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം. ദെൻ നമ്മള് ഫാമിലീസിന് ഒരു ഫീൽ തോന്നണം. എന്ത് ഫീൽ? ഫാമിലീസിനെ വെൽക്കം ചെയ്യുന്നുണ്ട്, സ്കൂളിൽ അവരെ വെൽക്കം ചെയ്യുന്നുണ്ട്, അവരെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഒരു ടു വേ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഇൻഫർമേഷൻ ബിറ്റ്വീൻ ദ ഫാമിലീസ് ആൻഡ് സ്കൂൾ. ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടു വേ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആണ്. ഫാമിലീസും സ്കൂളും തമ്മിൽ നമ്മൾ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് ടു വേ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇൻവോൾവ്സ് നോട്ട് ഓൺലി ആൻ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. ജസ്റ്റ് ഒരു എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ മാത്രമല്ല, ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഓപ്പർച്യൂണിറ്റി ഫോർ സ്കൂൾസ് ആൻഡ് ഫാമിലി ടു ലേൺ അബൌട്ട് ഈച്ച് അതർ. പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരെ വിലയിരുത്താനും ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. മേക്ക് ക്ലിയർ ദാറ്റ് ഫാമിലി ആർ ജെന്യുവൻ പാർട്ട്നേഴ്സ് ആൻഡ് ക്യാൻ ബി ഹെൽപ്പ് സോൾവ് ബിഗ് പ്രോബ്ലംസ്. അപ്പൊ ഫാമിലീസ് എന്ന് പറയുന്നത് ഒരു ജെന്യുവൻ പാർട്ട്നേഴ്സ് ആണ്. ബിഗ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഫാമിലീസ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബ്രിഡ്ജ് അക്രോസ് കൾച്ചർ ആൻഡ് ലാംഗ്വേജ് ഡിവൈസ് ഇൻക്ലൂഡിങ് ആക്റ്റീവ്ലി സീക്കിംഗ് അസസ് ടു ദ ഫാമിലീസ്. നമുക്കൊരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യാം, ഒരു പാലമാണ് അവിടെ പറയുന്നത്. കാരണം എന്താണ്? എല്ലാ ഫാമിലീസിന്റെ കൾച്ചറും ലാംഗ്വേജും സെയിം ആവണമെന്നില്ല. സോ അവിടെ ഉള്ള ഒരു തടസ്സം അല്ലെങ്കിൽ അവിടെ ഉള്ള ഗ്യാപ്പ് നമുക്ക് ബ്രിഡ്ജ് ചെയ്തിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വിത്ത് ഹെൽപ്പ് ഓഫ് ട്രാൻസ്ലേറ്റർ. ലാംഗ്വേജ് ആണ് നമുക്ക് അറിയാത്തെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്ററിന്റെ ഹെൽപ്പോട് കൂടി ഫാമിലീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും.
needs to can take into account of culture and the language diversity and not assuming that all families communicate in the same way. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാ ഫാമിലീസിനെയും നമുക്ക് ഒരു രീതിയിൽ സെയിം വേയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഓരോ ഫാമിലീസ് കൾച്ചർ ഡിഫറെന്റ് ആണ്, ലിംഗ്വിസ്റ്റിക് ആണ്, ലാംഗ്വേജ് ഡിഫറൻസ് ഉണ്ട്. സോ അതനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇറ്റ് ഓപ്പൺ ടു ദ ഫാമിലി നീഡ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. ഫാമിലീസിന്റെ നീഡ്സും ആറ്റിറ്റ്യൂഡ് ഒക്കെ പറയുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളും കൂടി കൺസിഡർ ചെയ്യണം. അക്നോളജ് ആൻഡ് സെലിബ്രേറ്റ് ഫാമിലി ഇൻപുട്ട്. നമ്മളോട് പറയുന്ന കാര്യങ്ങൾക്ക് ഫാമിലീസിനെ അക്നോളജ് ചെയ്യണം. മൾട്ടി ഡയമെൻഷണൽ ആണ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, മൾട്ടി ഡയമെൻഷണൽ പ്രോസസ് ആണ്. കമ്മ്യൂണിക്കേഷൻ മേ ബി ഫോർമൽ ആവാം, അതേപോലെ ഇൻഫോർമൽ ആവാം. ഫോർമൽ എന്ന് പറയുന്നത് ഫോർമൽ ചാനൽസിലൂടെ ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ പോകുന്നത്, ടോപ്പ് മാനേജ്മെന്റിന് മിഡിൽ മാനേജ്മെന്റിലേക്ക്. അല്ലെങ്കിൽ നമ്മളിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് ഉണ്ടാവും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച്. അതിന് കീഴിലായിരിക്കും ആര് വരുന്നത്, ഹെഡ് ഓഫ് ദ ഹെഡ് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ. അതിനും കീഴിലായിരിക്കും ആര് വരുന്നത്, HOD വരുന്നത്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ താഴെയാണ് ആര് വരുന്നത്, നമ്മൾ ടീച്ചേഴ്സ് വരുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഫോർമൽ ലൈനിലൂടെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഇൻഫോർമൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ ചിലപ്പോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ മാനേജറും അവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സും ചിലപ്പോൾ ക്ലാസ്മേറ്റ്സ് ആയിരിക്കും. അവർ തമ്മിലൊരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ മേ ബി നമുക്ക് സ്കൂളിൽ തന്നെ നടത്തണം എന്നൊന്നുമില്ല. അത് മേ ബി കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ആവാം, മറ്റേത് സൈറ്റിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഓറൽ കമ്മ്യൂണിക്കേഷൻ, റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, മൊബൈൽ ഫോൺ, ഇമെയിൽ എക്സെട്ര. ഇതെല്ലാം എന്താണ് കമ്മ്യൂണിക്കേഷന്റെ മെത്തേഡ്സ് ആണ്, ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇത്രയും ആണ് പറയുന്നത് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഫാമിലി ആൻഡ് സ്കൂൾ കമ്മ്യൂണിക്കേറ്റ് നീഡ് ടു ബി ടേക്കൺ സീരിയസ്ലി ആൻഡ് മസ്റ്റ് ബി വാല്യൂഡ്. ഫാമിലി സ്കൂൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സീരിയസ്ലി നമ്മൾ വാല്യൂ ചെയ്യേണ്ടതും ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത്, ഫാമിലി സ്കൂൾ കമ്മ്യൂണിക്കേഷൻ. ഏതൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ സംബന്ധിച്ചും ഫാമിലി സ്കൂൾ കമ്മ്യൂണിക്കേഷൻ അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ് ടു പ്രൊവൈഡ് ടീച്ചേഴ്സ് and school leaders with education and training program to prepare them to communicate effectively with the families in appropriate manner. അപ്പൊ നമ്മളുടെ ടീച്ചേഴ്സിനെ സ്കൂൾ ലീഡേഴ്സിനെ നമ്മൾ ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും കൊടുത്ത് അവരെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ ഫാമിലീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അപ്രോച്ചബിൾ ആയിട്ടുള്ള മാനറിൽ, അവർക്ക് അറിയാവുന്ന രീതിയിൽ ഫാമിലീസിന് അറിയാവുന്ന ലാംഗ്വേജിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു എംപവർ and encourage family to communicate effectively with school. അപ്പോൾ ഫാമിലീസിനെ എൻകറേജ് ചെയ്യണം, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലീസിനെ സ്കൂളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം. ഓക്കെ, ഇതൊന്ന് റീഡ് ചെയ്യോ അതിനൊരാള്? 1 മിനിറ്റ് ഞാൻ പറയാട്ടോ. മേ ബി ഒന്ന് റീഡ് ചെയ്യോടാ. പേജ് നമ്പർ 132 കേട്ടോ. ഒരു സെക്കൻഡ്. ഓക്കേടാ. കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറയുന്ന പോയിന്റ്. Okay. Communicating. The key dimension accentuates that effective communication is active, personal, frequent, and culturally suitable. Is where schools go out of their way to make families feel welcome and valued. Is a two-way exchange between families and schools. Involves not only an exchange of information but also an opportunity for schools and families to learn about each other. Makes clear that families are genuine partners and can help solve big problems.
builds bridges across culture and language divided, including actively seeking access to these families. Needs to take into account cultural and linguistic diversity and not assume that all families communicate in the same way. Is open to families' needs and attitudes. Acknowledges and celebrates the family's input. Is multidimensional. It may be formal or informal, happen in different places, both in the school and in other sites such as community centers, and use different methods: oral, written, face to face, phone, email, etc. ബാക്കി ഇങ്ങോട്ട് വായിക്കാനുള്ളതാണമ്മ. ആടാ ഫുൾ ആയിട്ട് വായിച്ചോ. Family school communication need to be taken seriously and must be valued, identified and rewarded by schools and education systems. It is important to provide teachers and school leaders with education and training programs to prepare them to communicate effectively with the families in an approachable manner. It is equally important to empower and encourage families to communicate effectively with the schools. ഓക്കെ, ബാക്കിയുള്ളവരും വായിച്ചു നോക്കിയോ? ഓക്കെ, എല്ലാരും വായിച്ചു നോക്കിയോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? സുബി വിളിച്ചോ? ഇല്ലടാ, വന്നില്ല. സുബി സുബി കേക്കാവോടാ? ഡൗട്ട് ഉണ്ടോ? വായിച്ചു നോക്കിയാ പോലും. ഡൗട്ട് ഇല്ലാലോ? ക്ലിയർ അല്ലേ? വേറെ ആർക്കും ഡൗട്ട് ഇല്ലാലോ? നമ്മൾ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാണ്. കണക്ടിങ് ലേണിംഗ് അറ്റ് ഹോം ആൻഡ് സ്കൂൾ. ഒരു കണക്ഷൻ വേണം അല്ലെ? ലേണിംഗ് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വീടുമായിട്ട് ചെറിയൊരു കണക്ഷൻ കണക്ട് ചെയ്യാനായിട്ട് പറ്റണം. ഇന്ന് നമ്മൾ പാരന്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കണക്ഷൻ ഉണ്ട് അല്ലെ? കുട്ടികളെ നമ്മൾ ക്ലാസ്സിൽ വീട്ടിൽ വരുന്നതിന് മുമ്പ് നമുക്കറിയാം എന്തൊക്കെയാണ് ക്ലാസ്സിൽ പഠിപ്പിച്ചിരിക്കുന്നത്, ഇതെല്ലാം പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട് എന്നതിനെ കുറിച്ചിട്ടുള്ള മെസ്സേജ് നമ്മുടെ ഫോണിൽ വന്നിട്ടുണ്ടാവും ഇല്ലേ? വാട്സപ്പിൽ വരില്ലേ? ഇന്നത്തെ പോർഷൻ ഇത്രയും കവർ ചെയ്തിട്ടുണ്ട്, ഇതിന്റെ നെക്സ്റ്റ് ഡേ ഉള്ള എക്സാം എന്നുള്ള രീതിയിൽ വരാറുണ്ട്. അപ്പൊ നമ്മള് ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഹോം ആൻഡ് സ്കൂൾ എൻവയോൺമെന്റ് ആർ കണക്റ്റഡ്. ഹോമും സ്കൂൾ എൻവയോൺമെന്റും എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കണം? പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ഷുഡ് വർക്ക് ടുഗദർ ഫോർ ചൈൽഡ് സക്സസ്. നമ്മുടെ കുട്ടികളുടെ സക്സസിന് വേണ്ടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടവരാണ് ആര്? പാരന്റ്സും ടീച്ചേഴ്സും. Families and schools should create positive attitude towards learning. ഫാമിലീസും സ്കൂളും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ലേൺ ചെയ്യുന്നതിനെ കുറിച്ചുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അത് നമ്മുടെ കുട്ടികൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം നമ്മളിപ്പോ ഫാമിലീസിൽ കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അത് പഠിച്ചോട്ടെ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല അങ്ങനെ ഒരു മൈൻഡ് ആണെങ്കിൽ കുട്ടികളും എന്താവാനുള്ള ചാൻസ് ഉണ്ട്? ലേസി ആവാനുള്ള ചാൻസ് ഉണ്ട്, മടിയന്മാരാവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു സൂപ്പർവിഷൻ വേണം. കുട്ടികൾ പഠിക്കുന്നുണ്ടോ, അവർ ഹോംവർക്ക് ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് സൂപ്പർവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഫാമിലീസ് ആൻഡ് സ്കൂൾ ഷുഡ് ക്രിയേറ്റ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ലേണിംഗ്. ലേണിങ്ങിനെ കുറിച്ച് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പാരന്റ്സ് ഷുഡ് നോ എന്താണ് അബൌട്ട് ദ ചൈൽഡ് പ്രോഗ്രസ്. നമ്മുടെ കുട്ടിയുടെ ചൈൽഡിന്റെ പ്രോഗ്രസിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണം. ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് അറ്റ് ഹോം ഷുഡ് ബി എൻകറേജ്. നമ്മൾ വീട്ടിലെ കുട്ടികൾക്ക് കാര്യങ്ങൾ ലേൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? എൻവയോൺമെന്റ് കുട്ടിക്ക് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ആണോ എന്നതിനെ കുറിച്ചിട്ട് ഒരു ധാരണ വേണം. പാരന്റ്സ് ഷുഡ് ഹെൽപ്പ് വിത്ത് എഡ്യൂക്കേഷണൽ ഡിസിഷൻസ്. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് പാരന്റ്സും കൂടി പാരന്റ്സിന്റെ ഹെൽപ്പ് നമുക്ക് ഹെൽപ്പ് റിക്വസ്റ്റ് ചെയ്യാം.
സ്കൂൾ ഷുഡ് സപ്പോർട്ട് പാരന്റ്സ് ലേണിംഗ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്. നമ്മളിപ്പോ എന്താ പറയാ, നമ്മൾ ന്യൂസിലൊക്കെ വായിക്കാറുണ്ട്, അമ്മയും കുട്ടികളും കൂടി ഒരുമിച്ച് SSLC എക്സാം എഴുതി പാസ്സായി എന്നൊക്കെ പറഞ്ഞ ന്യൂസുകൾ കാണാറുണ്ട്. കണ്ടിട്ടുണ്ടോ? എന്താണ്, പണ്ടെപ്പോഴോ പഠനം നിർത്തിയ ഒരാള് എന്താണ് എഡ്യൂക്കേഷന്റെ ഒക്കെ ഭാഗമായിട്ട് തിരിച്ചു പോയി വീണ്ടും പഠനം റീസ്റ്റാർട്ട് ചെയ്യാണ്. അതേപോലെ തന്നെയാണ് ഞാൻ സിനിമ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉദാഹരണം സുജാത അല്ലെ? കണ്ടിട്ടുണ്ട് എല്ലാവരും? ഓക്കെ, കണ്ടിട്ടില്ലാത്തവര് ആ ഒരു സിനിമ കാണുന്നത് നല്ലതായിരിക്കും. നല്ലൊരു ഇൻസ്പിറേഷനുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോ മാം, എന്റെ അമ്മയും ഇതുപോലെ ഇപ്പൊ തുല്യത എഴുതി പാസ്സായി ഇപ്പൊ +1 +2 പഠിച്ചോണ്ടിരിക്കുന്നുണ്ട്. ആണോ? അത് കഴിഞ്ഞിട്ട് മോണ്ടിസോറിയിൽ ചേർക്കണം. നോക്കാം മാം. അമ്മയ്ക്ക് 55 വയസ്സായല്ലോ. ഇല്ലാലോ, ഏജ് നമുക്ക് പ്രശ്നമില്ലാലോ. ഓക്കെ, ഞാൻ പറയാം. എന്തായാലും പറയണോ കേട്ടോ, ഞങ്ങള് ആ ബാച്ചിൽ കയറുമ്പോ ഓക്കെ അമ്മയാണ് പറയണത്. ഓക്കെ. അല്ല, ഓൺലൈൻ ആയിട്ടല്ലേ? പിന്നെ വേറെ ഒത്തിരി ടഫായിട്ടുള്ള അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മുടെ കയ്യില്. മിസ്സേ, ഞാനും ഇപ്പൊ എന്നെ ഡ്രൈവിങ്ങിന് വിടൂലായിരുന്നേ. എന്നിട്ട് ഇപ്പൊ മോളുടെ കൂടെ പോയിട്ട് ഡ്രൈവിങ്ങിന്റെ ലേണേഴ്സ് എഴുതി. പക്ഷെ പൊട്ടി മിസ്സേ. ഇനി ഒന്നുകൂടി എഴുതണം. ഓക്കേടാ, മഞ്ജുവിന്റെ ഒരു പ്രതീക്ഷ ഞാൻ തരാം. ലേണേഴ്സിന് നമുക്ക് ചെയ്ത് നോക്കാനായിട്ട് ആപ്പിൽ ക്വസ്റ്റ്യൻസ് കിട്ടും, മോക്ക് ചെയ്യുന്ന പോലെ. ആ മോക്ക് ടെസ്റ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് എക്സാമും വരുന്നത്. ഓക്കെ മിസ്, ട്രൈ ചെയ്യാം മിസ്. 2-ാം തീയതിയാണ് എക്സാം ഇനി. ആ മോക്ക് നമ്മുടെ 1-ാം തീയതി എക്സാം. ടെസ്റ്റ് കയറിയാൽ മതി. പരിവാഹനിൽ കയറിയിട്ട് മോക്ക് ടെസ്റ്റ് നോക്കിയിട്ട് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കാം. ഓക്കെ മിസ്. ഞാൻ പോയപ്പോ എനിക്ക് സ്പീഡ് കിട്ടിയില്ല അവിടെ ചെന്നപ്പോ. ഓക്കെ, പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ് എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ. പ്രാക്ടീസ് ആണ് നമ്മളെ പെർഫെക്റ്റ്. സോ ഒരു 10 days എന്തായാലും ഉണ്ട്. മോക്ക് ടെസ്റ്റ് നോക്കിയിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആക്കാം കേട്ടോ. ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചെലവുണ്ട് കേട്ടോ. ഓ പിന്നെ ചെലവ് എന്തായാലും ഉണ്ടാവും. ഏതാ മിസ് അതിന്റെ ആപ്പ് ഏതാ? എം പരിവാഹൻ. എന്ത് ബിൽസിയും ചെയ്യുന്നുണ്ടോ? ലൈസൻസ് എടുക്കുന്നുണ്ടോ? പോകണമെന്നുണ്ട് മിസ്സേ. എല്ലാം എടുക്കണം, നിർബന്ധമായിട്ട്. നമുക്ക് ഇഷ്ടമുള്ളത്, നമുക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളത് എല്ലാം നമ്മൾ പഠിക്കുക തന്നെ വേണം, അല്ലേ? അത്യാവശ്യമാണ് മിസ്. ഏജ് ഒരിക്കലും ഒരു തടസ്സമാവരുത്. അതെ. നിങ്ങള് ഓക്കേടാ. സാറ്റർഡേ ഉണ്ടാവില്ലേ അവിടെ ഞങ്ങള് പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോ? ഞാൻ ഉണ്ടാവില്ലേന്നോ? ഞാൻ ഉണ്ടാവില്ലേടാ. നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ്സിന് ഓരോ ടീച്ചേഴ്സ് മാറിയാണ് വരുന്നത്. ഒരു ബാച്ചിൽ നിന്ന് ഓരോ ടീച്ചേഴ്സ് ആയിരിക്കും. അപ്പോ ഞാൻ നിങ്ങളുടെ ബാച്ചിലല്ല ഇനി വരുന്നത്. ഞാൻ ഓൾറെഡി പോയി. ഓരോ ബാച്ചിന് ഓരോ ടീച്ചേഴ്സ് ആയിരിക്കും. ഇപ്പൊ മിഡിൽ റോസ് മിസ് ആയിരിക്കും നിങ്ങൾക്കൊപ്പം വരുന്നത് കേട്ടാ. അപ്പോ ഞാൻ കാര്യം പറയട്ടെ. ഇനി MT15 കുട്ടികൾ ഇതിലുണ്ട്. MT15 കുട്ടികൾക്ക് ആർക്കെങ്കിലും ലാസ്റ്റ് പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഈ സാറ്റർഡേ നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ട്. നിങ്ങളുടെ PR ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു പ്രാക്ടിക്കൽ ക്ലാസ്സിന്റെ ഭാഗമാവാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറിയാലോ നിങ്ങൾക്ക്. എന്ന് വെച്ചാൽ നമ്മള് എത്ര തിയറിറ്റിക്കൽ നോളജ് ഉണ്ടെങ്കിലും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നിങ്ങൾ PR ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, കണക്റ്റീവ് ലേണിംഗ് അറ്റ് സ്കൂൾ അറ്റ് ഹോം. നമ്മള് എപ്പോഴും ഒരു കണക്ഷൻ എന്ത് ചെയ്യണം? ലേണിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് അവിടെ വെച്ചിട്ട് പോരാനല്ല, അത് നമ്മള് ഹോമിലായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ മോണ്ടിസോറി പഠിച്ച സമയത്ത് നമ്മളിവിടെ ക്ലാസ്സിൽ 1 മണിക്കൂർ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങള് നിങ്ങളുടെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ട്. ഓക്കെ, കുറച്ചു പേരൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ചിക്കുമ്പോഴൊന്നും പറയാതെ പ്രാക്ടീസ് ചെയ്തില്ല എന്നാണോ? മാം, ഞാൻ എപ്പോഴും ഓരോന്നിങ്ങനെ മോളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോ എന്റെ ഹസ്ബൻഡ് ചോദിക്കും, നീ മോളെ വളർത്താനാണ് മോണ്ടിസോറി പഠിക്കാൻ പോയെന്ന് എന്നോട് ചോദിക്കും. ഓരോന്നിങ്ങനെ ചെയ്യിപ്പിക്കുമ്പോ
ഓക്കേടാ. സത്യാണ്, നമ്മള് പഠിക്കുന്നതിനോടൊപ്പം നമ്മുടെ കുട്ടികളെ എങ്ങനെ ട്രെയിൻ ചെയ്യിക്കണം. ഞാനും അതെ കേട്ടോ. ഞാൻ ആദ്യം എന്താ പറയാ, നമ്മൾ പണ്ടൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആ ട്രഡീഷണൽ മെത്തേഡിലായിരുന്നു കുട്ടികളെ പഠിപ്പിച്ചിരുന്നത്. മോണ്ടിസോറിയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്ന രീതിയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോ എനിക്ക് കുഞ്ഞു കുട്ടികളെ വരാറ് എയ്റ്റ് സെഷൻ ചില നമ്മള് എന്താ പറയാ ഏപ്രിൽ മെയില് എഴുത്ത് പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവരാറുണ്ട് എന്റെ അടുത്ത് കുഞ്ഞു കുട്ടികളെ. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യാം, അവര് സാധാരണ നോട്ട്ബുക്കിൽ എഴുതിപ്പിക്കുക ചെയ്യാറ്. ഞാനിപ്പോ അങ്ങനെയല്ല ചെയ്യുന്നത്. എഴുത്ത് പഠിപ്പിക്കുമ്പോൾ എന്റെ കയ്യിൽ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഉണ്ട്. അറിയാലോ എല്ലാവർക്കും പ്രീ റൈറ്റിംഗ് ബോർഡ്സിനെ കുറിച്ച് ഞാൻ ഏതെങ്കിലും ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. 17 പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീ റൈറ്റിംഗ് ബോർഡ്സിനെ കുറിച്ചിട്ട് നാൻസി? ടീച്ചർ ഇല്ല ടീച്ചർ. ജസ്റ്റ് നമ്മളെ ആൽഫബറ്റ്സ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടാവല്ലോ റൈറ്റ് ബിഫോർ റീഡിംഗ് ഒക്കെ പറയുന്ന സമയത്ത്. മാം ഞാൻ എന്റെ മോക്ക് അത് കൊടുത്തപ്പോൾ മീൻസ് നമ്മള് യൂട്യൂബിനകത്ത് നോക്കി കാർഡ് ബോർഡിന്റെ മണ്ടയ്ക്ക് അക്ഷരം എഴുതിയിട്ട് അതിന് മണ്ടയ്ക്ക് സെല്ലോ ടേപ്പ് ഒക്കെ ഒട്ടി വെച്ചിട്ട് കൊടുത്തിട്ട് അത് മൊത്തം അവള് കുത്തി വരയ്ക്കുക, അല്ലാതെ വേറെ ഒരു പ്രയോജനം ഇല്ലായിരുന്നു. അയ്യോ ടീച്ചർ ഇത് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ, എനിക്ക് പെട്ടെന്ന് പേര് പിടികിട്ടിയില്ലായിരുന്നു, അതാ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ ക്ലാസ്സിൽ വന്നിട്ട് ബാക്കി പറയാന്ന് വിചാരിച്ചത്. പറഞ്ഞിട്ടില്ല എന്ന് അറിയില്ലേ, ഓൾറെഡി ആ പോർഷൻ കഴിഞ്ഞതാ. സുബി അതെന്ത് പറ്റിയെന്നാ പറഞ്ഞത്? കാർഡ് ബോർഡില് വാവ കറക്റ്റ് ചെയ്ത് എഴുതിയില്ല. കാർഡ് ബോർഡിൽ നമ്മള് അക്ഷരം എഴുതിയിട്ട് അത് നല്ല സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് അതിന്റെ മണ്ടയ്ക്ക് നമ്മള് ലൈൻസ് വരച്ച് അവൾക്ക് കൊടുത്തു. അവളിപ്പോ 3 വയസ്സായിട്ടുള്ളൂ. അപ്പൊ അക്ഷരം ഇങ്ങനെ പെൻസിലൊക്കെ പിടിച്ച് ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ അല്ലാതെ ബുക്കിനകത്ത് നമ്മൾ എഴുതാൻ പറഞ്ഞാൽ അവള് എഴുതി വെക്കും. പക്ഷെ അതിന്റെ മണ്ടയ്ക്ക് ഒന്ന് നല്ലപോലെ എഴുതാനായിട്ട് പറഞ്ഞാൽ അവള് എഴുതി വെക്കത്തില്ല. ചുമ്മാ ഇങ്ങനെ കുത്തി വരച്ചോണ്ടിരിക്കും. ആ ലൈൻ കാണുമ്പോൾ അങ്ങനെ വരച്ചോണ്ടിരിക്കും. ഓക്കെ, കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ചെയ്യും കേട്ടോ. 3 വയസ്സായിട്ടുള്ളൂ, 3.5 വയസ്സിനുള്ളിൽ അവർ എഴുതി തുടങ്ങും. ഓക്കെ, അത് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, റിപ്പീറ്റ്ലി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ഞാൻ ആദ്യമൊക്കെ മോഡൽ പ്രീ റൈറ്റിംഗ് കോഴ്സ് കൊടുക്കുന്ന സമയത്ത് ആദ്യം കുറച്ചു നേരം ചെയ്യും, മടി പിടിക്കും, പിന്നെ എടുത്ത് വയ്ക്കും. പിന്നെ കുറച്ചൊരു 1 വീക്ക് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കുറച്ച് എഴുതി മടി പിടിച്ചിരിക്കുന്ന ഒരാള് ഫുള്ള് എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്ന ആ ഒരു സ്പീഡ് അവർക്ക്. നമ്മളെപ്പോഴും എന്ത് വേണം, ഒരു കണക്ഷൻ വേണം. ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ വീടും തമ്മിൽ ഒരു കണക്ഷൻ വേണം. എന്താണ് കുട്ടീനെ പഠിപ്പിക്കുന്നതിനെ കുറിച്ചിട്ട്, സ്കൂളിൽ എന്തെല്ലാം പോർഷൻ കവർ ചെയ്തു എന്നതിനെ കുറിച്ചിട്ട് ആർക്കൊരു അറിവ് വേണം. നമ്മുടെ പാരന്റ്സിന് ഒരു അറിവുള്ളത് നല്ലതായിരുന്നു. അണ്ടർസ്റ്റാൻഡ് ദിസ് ഡയമെൻഷൻ ആസ് എ ട്രേറ്റ്. 1 minute. Understanding by the family and school of overlap between home and school surrounding. സ്കൂൾ സറൗണ്ടിങ്സിനെ കുറിച്ചിട്ടും ഹോം അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് നല്ലതായിരിക്കും. ഒരു കണക്ഷൻ അല്ലെ, കണക്റ്റഡ് ആയിരിക്കണം. ഹോം ആൻഡ് സ്കൂൾ എൻവയോൺമെന്റ് പരസ്പരം കണക്റ്റഡ് ആയിരിക്കണം. ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് അത് അവിടെ വെച്ച് തീർന്നു, പിറ്റേ ദിവസം നമ്മൾ വീട്ടിൽ വരുമ്പോൾ പഠിക്കുന്നൊന്നുമില്ല, വെറുതെ കളിച്ച് നടക്കുന്നു, പിറ്റേ ദിവസം അതേ ബാഗ് കൊണ്ട് ക്ലാസ്സിൽ പോകുന്നു. അവിടെ ഒരു കണക്ഷൻ ഇല്ല അല്ലെ. ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് നമ്മൾ വീട്ടിൽ വന്ന് ഒന്ന് റെഫർ ചെയ്ത് നോക്കാം, എന്താ പഠിപ്പിച്ചതൊന്ന് കുട്ടികൾ ചെയ്യുന്നുണ്ടോ, ഹോംവർക്ക് തന്നിട്ടുണ്ടോ, അതവർ ചെയ്യുന്നുണ്ടോ. നമ്മൾ പറയണ്ട ഹോംവർക്ക് ചെയ്യുക എന്നൊന്നും നമ്മൾ പറയണ്ട, നമ്മൾ നോക്കിയാൽ മതി. ജസ്റ്റ് സൂപ്പർവൈസർ ആവാൻ നോക്കുക, സൂപ്പർവൈസ് ചെയ്യാം, ഇത് ചെയ്യുന്നുണ്ടോ, ഒന്ന് ഒരു ഡയറക്റ്റ് ചെയ്യാം, ഹോംവർക്ക് എന്തെങ്കിലും ചെയ്യണം കേട്ടോ എന്ന് പറയാം. നമുക്കറിയാൻ പറ്റുമല്ലേ ഹോംവർക്ക് എന്തൊക്കെയാണ്, എന്തൊക്കെ നാളെ എന്താണ് എക്സാം എന്നുള്ളത് നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് ആയിട്ട് വരും ഇല്ലേ. ഇപ്പൊ അങ്ങനെയാണല്ലോ മിക്ക സ്കൂളുകളും അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊരു കണക്ഷൻ ഉണ്ട്. പണ്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല അല്ലെ. എന്റെ ചെറുപ്പത്തില് എനിക്ക് എക്സാം ഉണ്ടെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം പോയില്ല. പ്രത്യേകിച്ച് അത് ഹിന്ദി എക്സാം ഒക്കെ ആണെങ്കിൽ ഞാൻ മാക്സിമം അന്നത്തെ ദിവസം സ്കിപ്പ് ആക്കും. പോകുന്നത് ലീവാണ്, പനി, തലവേദന, വയറുവേദന, എന്തൊക്കെ കള്ളം. പക്ഷെ ഇപ്പൊ നമ്മളുടെ കുട്ടികൾ പറയണം അമ്മ എനിക്ക് വയ്യ, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയും മാത്സിന്റെ എക്സാം ഉണ്ട് അതുകൊണ്ടാണ് പോവാത്തത് അല്ലെ. നമ്മളിപ്പോ പാരന്റ്സ് അങ്ങനെ പറയാൻ തുടങ്ങി അല്ലെ. നമുക്കൊരു കണക്ഷൻ ഉണ്ട് ലേണിങ്ങിനെ കുറിച്ചിട്ട്. The connecting between successful partnership and the child learning include the importance of expectation from both teachers and parents to the success of the child success of the school. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ സക്സസ്ഫുൾ, നമ്മുടെ ഫാമിലി സ്കൂളിന് സക്സസ്ഫുൾ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് കുട്ടിക്ക് ലേണിംഗ് നല്ല രീതിയിലുള്ള ലേണിംഗ് ഹെൽപ്പ് ചെയ്യുന്നു.
അത് നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്ന ആ രീതിയിൽ നമ്മുടെ കുട്ടി സക്സസ്ഫുൾ ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫാമിലീസ് ആൻഡ് സ്കൂൾസ് വർക്കിംഗ് ടുഗദർ ടു ക്രിയേറ്റ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ലേണിംഗ് ഇൻ ഈച്ച് ചൈൽഡ്. അപ്പൊ ഫാമിലി സ്കൂൾസ് ഒരുമിച്ചാണ് കുട്ടിയുടെ എഡ്യൂക്കേഷനെ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടൊരു ആറ്റിറ്റ്യൂഡ് ലേണിംഗ് ഇൻ ചിൽഡ്രൻ പോസിബിൾ ആണ്. എൻഷുറിംഗ് ഫാമിലീസ് ആർ ഇൻഫോംഡ് അബൌട്ട് അണ്ടർസ്റ്റാൻഡ് ദർ ചൈൽഡ് പ്രോഗ്രസ്. കുട്ടികളുടെ പ്രോഗ്രസിനെ കുറിച്ചിട്ട് നമ്മൾ സ്കൂള് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമുക്കറിയാലോ ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്താന്നൊക്കെ. അറിയില്ലെങ്കിൽ ഓക്കെ ഞാൻ പറയാം. പ്രോഗ്രസ് കാർഡ് ഉണ്ടല്ലോ. പ്രോഗ്രസ് കാർഡ് നമ്മൾ സൈൻ ചെയ്യാൻ പോകാറില്ലേ? പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്ത് വന്ന ദിവസം നമ്മുടെ കുട്ടികളുടെ നമ്മൾ ഭയങ്കര വഴക്കൊക്കെ പറയും അല്ലെ, എന്താക്കി പഠിക്കാത്തതൊക്കെ ചോദിച്ചിട്ട്. അപ്പോ മോണ്ടിസോറി മെത്തേഡില് പ്രോഗ്രസ് കാർഡിന് പകരം യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡെവലപ്മെന്റ് പ്രൊഫൈല്. നമ്മൾ KG സെഷനിൽ കുട്ടികളുടെ ഡെവലപ്മെന്റുകൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആവട്ടെ, സോഷ്യൽ ഡെവലപ്മെന്റ് ആവട്ടെ, ഇന്റലിജൻസ് ഡെവലപ്മെന്റ് ആവട്ടെ, ഫിസിക്കൽ, മോട്ടോർ, ഇമോഷണൽ, ഈ ഡെവലപ്മെന്റ് എന്തും ആവട്ടെ അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ നോട്ട് ചെയ്യുന്ന ഒരു കാർഡാണ്, അല്ലെങ്കിൽ പ്രോഗ്രസ് കാർഡ് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് എന്താ ഡെവലപ്മെന്റ് പ്രൊഫൈല്. അപ്പൊ നമുക്ക് ഈ ഡെവലപ്മെന്റ് പ്രൊഫൈല് വെരിഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് കുട്ടികളിൽ വരുന്ന പ്രോഗ്രസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രോഗ്രസ് കാർഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന പോലെ തന്നെ ഓക്കെയാണോ? അപ്പൊ കുട്ടികള് അത് പ്രോഗ്രസ് നമ്മൾ വിലയിരുത്തണം. അപ്പോ ജസ്റ്റ് നമ്മൾ കുട്ടികൾ പഠിക്കുന്നുണ്ടോ, കുട്ടികളെ ലേൺ ചെയ്യുന്ന പ്രോപ്പർ ആയിട്ടുള്ള വേയിലാണോ എന്ന് ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്വം ആക്കേണ്ട നമ്മള് പാരന്റ്സിന്. എൻഷുർ ഫാമിലീസ് ആർ ഇൻഫോംഡ് അബൌട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദർ ചൈൽഡ് പ്രോഗ്രസ്. കുട്ടികള് എന്ത് ചെയ്യാം? പ്രോഗ്രസ് പറഞ്ഞില്ലേ, സോറി. അടുത്ത പോയിന്റ്, ഫാമിലീസ് ആൻഡ് സ്കൂൾസ് വാല്യൂ ആൻഡ് യൂസിങ് ദ സ്കിൽ ആൻഡ് നോളജ് ചൈൽഡ് ബ്രിങ്സ് ബോത്ത് ഫ്രം ഹോം ടു ദ സ്കൂൾ ആൻഡ് ഫ്രം ദ സ്കൂൾ ടു ദ ഹോം. നമുക്കറിയാം കുട്ടികളുടെ സ്കിൽ ആൻഡ് നോളജ് അവര് എന്ത് ചെയ്യുന്നുണ്ട്? സ്കൂളിൽ കിട്ടുന്ന അറിവുകൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. വീട്ടിൽ നിന്ന് നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും അവർ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അത് കൾച്ചറലി ആവട്ടെ, സോഷ്യലി ആവട്ടെ, ലാംഗ്വേജും ആവട്ടെ, എന്തും ആവട്ടെ, അവിടെ ഒരു ഇന്റർചേഞ്ച് നടക്കുന്നുണ്ട്. സോ നമ്മളൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം കുട്ടികളുടെ ഈ ഒരു ഡെവലപ്മെന്റും അല്ലെങ്കിൽ അവരുടെ ലേണിംഗും കാര്യങ്ങളും നമ്മൾ ഉറപ്പുവരുത്താനായിട്ട്. ഫാമിലീസ് ആൻഡ് സ്കൂൾസ്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ കുട്ടികൾ ഫാമിലിയിൽ ബാഡ് വേർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് സ്കൂളിൽ പോയാലും അവർ ബാഡ് വേർഡ് യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ബോധറായിരിക്കണം, പാരന്റ്സ് ബോധറായിരിക്കണം കുട്ടികളിൽ എവിടെ നിന്നാണ് ഈ ബാഡ് വേർഡ്സും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നതിനെ കുറിച്ചിട്ടൊരു അവയർനെസ് ആർക്ക് അറിയണം? പാരന്റ്സിന് അറിയിക്കണം. Families and school identify and using the learning opportunity in home environment. നമ്മൾ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യാം, അവർക്ക് ലേണിംഗ് എങ്ങനെ പോസിബിൾ ആക്കാം എന്നതിനെ കുറിച്ചിട്ടൊരു ധാരണ ആർക്ക് വേണം? ഫാമിലീസിന് വേണം. സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ അവർക്ക് വീട്ടിൽ വരുമ്പോൾ വർക്ക് ചെയ്ത് നോക്കാം, വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ധാരണ. അപ്പോൾ ഒരു 4-year-old ഒരു കുട്ടി ഈ ഒരു വർഷം ജൂണില് നമ്മൾ LKG വിടും അല്ലെ? ആർക്കെങ്കിലും കൊണ്ടോ 4 വയസ്സുള്ള ഒരു കുട്ടി പ്രാവശ്യം ജൂണിൽ ഫസ്റ്റ് LKG പോകുന്നത്? മിസ് എന്റെ കുട്ടിയുണ്ട് 4 വയസ്സായിട്ടില്ല, 3.5 വയസ്സായിട്ടുള്ളൂ. അപ്പൊ KG ചേർത്തിട്ടുണ്ട്. ആണോ? ഓക്കെ. നമ്മള് അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മളിപ്പോ നമ്മുടെ ക്ലാസ്സിൽ ആൽഫബറ്റ്സ് പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ നമ്മളും വീട്ടിൽ വരുമ്പോൾ എന്ത് ആൽഫബറ്റ്സ് ആണ് പഠിപ്പിച്ചത്, അതെങ്ങനെയാണ് എഴുതുന്നത്, അവരെ കൊണ്ട് നമ്മളൊന്ന് ചെയ്യിപ്പിച്ചൊക്കെ നോക്കാനായിട്ട് ശ്രമിക്കാം. എങ്ങനെയാണ് അവരെ ട്രെയിൻ ചെയ്യിച്ചതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അവരുടെ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് നമ്മൾ വീട്ടിൽ വന്ന് ഒന്നും ചെക്ക് ചെയ്യുന്നില്ലെങ്കിൽ കുട്ടികളുടെ ആ ഒരു കണക്ഷൻ നഷ്ടപ്പെട്ടു പോകും. പക്ഷെ നമ്മളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ കണക്ഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. Parents working with the teachers in educational decision making process for their individual children. നമ്മുടെ കുട്ടികളെ കുറിച്ചിട്ട് എഡ്യൂക്കേഷണൽ ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മളെ കുട്ടികളുടെ അറ്റൻഷൻ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പാരന്റ്സ് ടീച്ചേഴ്സിനോടൊപ്പം വർക്ക് ചെയ്യാനായിട്ട് സന്നദ്ധത കാണിക്കണം. സ്കൂൾ ബിക്കം എ വെന്യൂ ആൻഡ് ഏജന്റ് ഫോർ പാരന്റൽ ഗ്രോത്ത്. ഒരു വെന്യൂം ഒരു ഏജന്റ് ആയിട്ട് മാറണം എന്ന് കുട്ടികൾ സ്കൂൾ എന്ന് പറയുന്നത് പാരന്റ്സിന്റെ സെൽഫ് ഗ്രോത്തിന് ആൻഡ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ന്യൂ സ്കിൽസ്. പുതിയ സ്കിൽസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സ്കൂളുകൾ അവസരങ്ങൾ ഒരുക്കണം. അപ്പോ ലാസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അറിയില്ല, ലാസ്റ്റ് ഒരു ബാച്ചിലർ കുട്ടി ജോയിൻ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞത്
പറഞ്ഞ കാര്യമാണ്. സാധാരണ നമ്മുടെ കുട്ടികള് ചിലപ്പോ ഈ ഒരു അഡ്വർടൈസ്മെന്റ് ഒക്കെ കണ്ടിട്ടായിരിക്കും വരുന്നത്. ഈ കുട്ടി എന്നോട് പറഞ്ഞു, മിസ്സേ എന്റെ മോനെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് എന്നോട് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്നും ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്നും ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ചിട്ടും എനിക്ക് പറഞ്ഞു തന്നത് എന്നെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്വേഷിച്ച് ചോദിച്ചു പിടിച്ചു വന്നപ്പോ ആ കുട്ടി നമ്മളുടെ MP4 എന്ന് പറയുന്ന മോണ്ടിസോറി TTCയുടെ MP4 ബാച്ചിലത്തെ സ്റ്റുഡന്റ് ആയിരുന്നു. ആളാണ് ഇപ്പൊ അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ UKG-യിലാണ് ആളിപ്പോ പഠിപ്പിക്കുന്നത്. അപ്പൊ ആ കുട്ടി പറഞ്ഞിട്ടാണ് നമ്മുടെ ബാച്ചിലേക്ക് ഈ ഒരു കുട്ടി ജോയിൻ ചെയ്തത്. സോ എന്ന് വെച്ചാൽ പാരന്റൽ ഗ്രോത്ത് ആണ്, അവിടെ സെൽഫ് ഗ്രോത്ത് ഒന്നല്ല. നമ്മൾ ടീച്ചേഴ്സ് അങ്ങനെ ആവരുത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒത്തിരി കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരാണല്ലേ ഭൂരിഭാഗം സ്ത്രീകളും. ഒരു അവസരങ്ങളില്ല, സെൽഫ് ഇൻഡിപെൻഡന്റ് അല്ല, എല്ലാ കാര്യത്തിലും ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യണം. ഒരു 100 രൂപ വാങ്ങിച്ചാൽ പോലും അതിന് പോലും നമ്മൾ ചിലപ്പോ എല്ലാ ഫാമിലിയിലും അങ്ങനെയാണെന്നല്ല കേട്ടോ, ചില ഫാമിലീസിൽ അങ്ങനെയായിരിക്കും. നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ളത് നമ്മൾ റെസ്പോൺസിബിൾ ആണ് ആ രൂപ എന്ത് ചെയ്തു എന്ന് പറയാനൊക്കെ. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോ അവർക്കൊക്കെ ഒരു എന്താണ് സ്കൂളുകൾ വഴി നല്ല രീതിയിലുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ സ്കിൽസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പണ്ട് എന്റെ ചെറുപ്പത്തില് പഞ്ചായത്ത് നമ്മള് എന്താ പറയാ പഞ്ചായത്തിൽ നിന്ന് എന്താണ് കുറച്ച് ലേഡീസിനെ സെലക്ട് ചെയ്തിട്ട് അവർ തയ്യൽ പരിശീലനം കൊടുത്തിരുന്നു. ഈ ഏജ് എന്ന് വെച്ചാൽ അധികം ഏജിലാവാത്ത കുറച്ച് സ്ത്രീകൾക്ക് വേണ്ടി തയ്യൽ പരിശീലനം ഒക്കെ കൊടുത്തിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് ഇന്ന് അവര് ഒരു എന്താ പറയാ ഒരു ടെക്സ്റ്റൈലിന്റെ ചെറിയൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കുർത്തി അതേപോലെ തന്നെ നൈറ്റീസ് മാത്രം സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ചെറിയ യൂണിറ്റ്. അപ്പോ അങ്ങനെയുള്ള അവസരങ്ങൾ ഇതാക്കുക. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഈ നമ്മൾ പറഞ്ഞു ഡ്രൈവിങ്ങിന്റെ കാര്യം ആദ്യം പറഞ്ഞില്ലേ, ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അടുത്ത വർഷം പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് 2 വീലറും അതേപോലെ തന്നെ അന്ന് 3 വീലർ ഉണ്ടായിരുന്നു ഓട്ടോറിക്ഷയിലെ, അതും അതിന്റെയും ലൈസൻസ് എടുക്കുന്ന ഒരു സ്കീം ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കും. പിന്നെയും ഉണ്ട് കമ്പ്യൂട്ടർ കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാപ്പ് വഴി ഇപ്പോ 10th 12th ഒക്കെ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അസാപ്പ് വഴി കമ്പ്യൂട്ടർ കോഴ്സുകൾ ചെയ്യിച്ചു പ്രൊവൈഡ് ചെയ്തു. ഫ്രീ ആയിട്ടാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ അവിടുത്തെ പാരന്റ്സിനെയാണ് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കുട്ടികളൊക്കെ ആയി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അമ്മമാരെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഓരോ സ്കീമുകളും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു നല്ല കാര്യങ്ങളായിരുന്നു ചെയ്തത്. നല്ലൊരു എന്താ പറയുക, ഒത്തിരി പേർക്ക് അതൊരു വരുമാന മാർഗമായിട്ട് മാറാനൊക്കെ അത് കാരണമായി. ഇപ്പോ ഓട്ടോറിക്ഷ ആയാലും 2 വീലർ ആയാലും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ തയ്യൽ പരിശീലനം, അതൊക്കെ നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് അതൊക്കെ കാര്യത്തില് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോട്, അതൊരു ലേഡി ആയിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഭയങ്കരമായിട്ട് നല്ലൊരു ഇംപ്രഷൻ ആണ് എനിക്ക് തോന്നിയത്. കാരണം സെൽഫ് ഗ്രോത്ത് അത് അമ്മമാരുടെ സ്ത്രീകളുടെ ഇപ്പം ഞങ്ങളുടെ ഒരു കോഴ്സിലൂടെയും അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്താ പറയാ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ജീവിതം സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വെച്ചോ സ്വപ്നങ്ങളും പഠനങ്ങളൊക്കെ വീക്ഷിച്ച ഒരുപാട് കുട്ടികൾ ഒരുമിച്ച് ജോയിൻ ചെയ്തിരിക്കുകയാണ് ഈ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു അവസരം കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ്, ഭാഗമാകാൻ പറ്റിയത് എന്റെയും ഒരു ഭാഗ്യം തന്നെയാണ്. So, the school become a venue and agent for parental self growth. നമ്മുടെ പാരന്റ്സിന്റെ സെൽഫ് ഗ്രോത്തിന്റെ ഒരു വെന്യൂ ഒരു എന്താ പറയാ ഒരു വേദിയും ഏജന്റും ആവാനായിട്ട് സ്കൂളുകൾക്ക് സാധിക്കട്ടെ. ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ന്യൂ സ്കിൽസ്, പുതിയ സ്കിൽസും കാര്യങ്ങളും പാരന്റ്സിനും ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഇത്രയുമാണ് കണക്ട് ലേണിംഗ് ഒക്കെ ഹോം അറ്റ് സ്കൂൾ എന്ന് പറയുന്ന പോയിന്റ് പറയുന്നത്. കണക്റ്റിംഗ് ലേണിംഗ് അറ്റ് ഹോം ആൻഡ് അറ്റ് സ്കൂൾ. ഒന്ന് റീഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പം സുബി ഒന്ന് റീഡ് ചെയ്യോടാ. സുബി ഇല്ല. ഓക്കെ, ആൻസി ഒന്ന് റീഡ് ചെയ്യോ?
ടീച്ചർ ഒന്ന് സ്ക്രോൾ ചെയ്ത് തരണേ ടീച്ചർ, ഞാനത് വായിച്ചു കഴിയുമ്പോൾ. കുഞ്ഞിന് ഫുഡ് കൊടുത്തോണ്ടിരിക്കുക. കണക്ടിങ് അല്ല കുഴപ്പമില്ല ടീച്ചർ, ഞാൻ വായിക്കാം. കണക്ടിങ് ലേണിംഗ് അറ്റ് ഹോം ആൻഡ് അറ്റ് സ്കൂൾ. This is dimension as state. Understanding by families and schools of the overlap between the home and school surroundings, the connection between successful partnership and the child's learning, including the importance of expectation from the both teachers and parents to the child's success at school. Families and schools working together to create positive attitudes to learning in each child. Ensuring families are formed about and understanding their child's progress. Families and schools valuing and using the skills and knowledge children bring both from the home to the school and from the school to the home. Teacher അടുത്ത ഒന്ന് കാണിച്ചു. Families and schools identifying and using learning opportunities in the home environment. Parents working with the teachers in the educational decision-making process for their individual child. School becomes a venue and urgent for parental self-growth, learning and the development of new skills. ഓക്കെ ഡാ, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി പോർഷൻ. ബാക്കി എല്ലാ കുട്ടികളും ഒന്ന് റീഡ് ചെയ്ത് നോക്കി. എല്ലാവരും വായിച്ചു. നെക്സ്റ്റ് പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത് ബിൽഡിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് പറയുന്നത്. നല്ലൊരു കമ്മ്യൂണിറ്റി, നല്ലൊരു സമൂഹത്തിനെ ബിൽഡ് ചെയ്യാനും നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് അവിടെ എന്ത് ചെയ്യാനായിട്ട് ഇംപ്രൂവ് ചെയ്യാനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു കീ ഡയമെൻഷൻ എംഫസൈസ് ചെയ്യുന്ന കാര്യമാണ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻ ദ കമ്മ്യൂണിറ്റി. നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് റൺ ചെയ്യാനായിട്ട് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് ഹെൽപ്പ് ചെയ്യുന്നത് ത്രൂ എഡ്യൂക്കേഷനിലൂടെയാണ് കേട്ടോ. ബൈ ഹോണറിംഗ് ദ കൾച്ചർ, ട്രഡീഷൻ, വാല്യൂ ആൻഡ് റിലേഷൻഷിപ്പ് ഇൻ ദ കമ്മ്യൂണിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇംപ്രൂവ് കമ്മ്യൂണിറ്റി ലൈഫ്. സ്കൂൾ ഷുഡ് ഇംപ്രൂവ് ദ കമ്മ്യൂണിറ്റി ലൈഫ്. നമ്മുടെ സമൂഹത്തിലെ ആ ഒരു ജീവിതത്തിന്റെ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ ആർക്ക് സാധിക്കുന്നുണ്ട്? സ്കൂളുകൾക്ക് സാധിക്കുന്നുണ്ട്. ഒരു എഡ്യൂക്കേഷൻ, നല്ല രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ കുട്ടികൾ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വരും. നമുക്കറിയാം അല്ലെ, ഒരു ഫാമിലിയിൽ ഒരു എഡ്യൂക്കേറ്റഡ് മെമ്പർ ഉണ്ടെങ്കിൽ ആ ഫാമിലിയിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കും ഇല്ലേ? കൾച്ചർ ആൻഡ് ട്രഡീഷൻ ആൻഡ് വാല്യൂസ് ഷുഡ് ബി റെസ്പെക്റ്റഡ്. ഓരോ ഫാമിലിന്റെയും കൾച്ചറും ട്രഡീഷനും വാല്യൂസും നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതാണ്. ആക്ടിവിറ്റി ഷുഡ് ഹെൽപ്പ് ദ സ്റ്റുഡന്റ് ടു ഡെവലപ്പ് activities should help the students to develop identity and confidence. വെച്ചാൽ നമ്മള്
സ്റ്റുഡൻസിന്റെ ആ ഒരു ആക്ടിവിറ്റീസുകളും അതേപോലെ തന്നെ എന്താണ് കോൺഫിഡൻസ് ഒക്കെ ഹെൽപ്പ് ചെയ്യും. നല്ല ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ, പാരന്റ്സ് സ്കൂളിൽ നമുക്ക് നല്ലൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ, ഏതൊരു കാര്യത്തിലും നമ്മുടെ പാരന്റ്സും സ്കൂൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കോൺഫിഡൻസ് അവിടെ ഇംപ്രൂവ് ചെയ്യും അല്ലെ. ദെൻ എന്താണ് പറയുന്നത്, schools should build a sense of community among the students. സ്റ്റുഡൻസ് തമ്മിൽ നല്ലൊരു സമൂഹം അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിറ്റി, നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്കൂളുകൾക്ക് സാധിക്കുന്നുണ്ട്. സ്കൂൾ സപ്പോർട്ട് സോഷ്യൽ, ഇമോഷണൽ, മോറൽ, സ്പിരിച്വൽ ഗ്രോത്ത്. ഓരോ കുട്ടിയുടെയും സോഷ്യൽ, ഇമോഷണൽ, സ്പിരിച്വൽ ഗ്രോത്ത് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് സ്കൂളുകൾ എന്ത് ചെയ്യുന്നത്, ബിൽഡ് ചെയ്യുന്നത്. നമുക്കറിയാം ലൈക് സ്കൂളുകളിൽ നിന്നാണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൾച്ചറിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെ. നമ്മളുടെ കൂടെ ഒരു കുട്ടി, ഒരു മുസ്ലിം കുട്ടി ഉണ്ടെങ്കിൽ ആള് ഒരു ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോഴേക്ക് നോമ്പ് എടുക്കാനായിട്ട് തുടങ്ങും. ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു വിഷമാണ്. ഇത്രയും ദിവസം നമ്മളുടെ ഒപ്പം ഇരുന്ന് നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്ന ഒരാള് മാറി നിൽക്കുന്നു, നോമ്പെടുക്കുന്നു, നമുക്കും ഒരു എന്താ പറയാ ഒരു വിഷമാണ്. അപ്പൊ സാധാരണ ഞങ്ങളും എന്ത് ചെയ്യാറുണ്ട്, എന്റെ ഫ്രണ്ടിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്റെ ഫ്രണ്ട് ജായ്സ എന്നാണ് ആളുടെ പേര്. സോ ആള് നോമ്പെടുക്കുന്ന സമയത്ത് ഞങ്ങളും എന്ത് ചെയ്യാറുണ്ട്, ഫുഡ് കട്ട് ചെയ്യും. എന്നുവെച്ചാല് ഉച്ചയ്ക്ക് ഭക്ഷണം ക്യാൻസൽ ചെയ്യും. ആള് നോമ്പെടുത്തിരിക്കുകയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും കഴിക്കുന്നില്ല. സോ ഞങ്ങൾ രാവിലെ ഫുഡ് കഴിച്ച് വന്നതാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, സ്കിപ്പ് ചെയ്യും. ഞങ്ങൾ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട് അവളുടെ കൂടെ. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് കഴിക്കില്ല. അപ്പൊ നമ്മൾക്ക് അവരുടെ കൾച്ചറും റെസ്പെക്ട് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ആൾ നോമ്പൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ കഴിക്കുകയും ചെയ്യും. അതേപോലെ ഞങ്ങളുടെ കൂടെ ഒരു നമ്പൂതിരിക്കുട്ടി ഉണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ അത്യാവശ്യം നോണൊക്കെ കഴിക്കുന്ന ടീമാണ്. നമ്പൂതിരിക്കുട്ടി ഉണ്ട്. അപ്പൊ ആളെന്ന് വെച്ചാൽ നോൺ വെജ് ആണ്. അപ്പോ ആള് ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾ പറയില്ലേ, ഇതില് നോൺ വെജ് ഉണ്ട്, നീ കഴിക്കരുത്. നമ്മൾ ആദ്യം പറയുന്നത് അതായിരിക്കുള്ളൂ, നോൺ വെജ് ഉണ്ട്, കഴിക്കരുത്, നീ കഴിക്കാൻ പാടില്ല എന്ന് എടുത്ത് പറയും. സോ നമ്മൾ അവിടെ എടുക്കാൻ റെസ്പെക്ട് ചെയ്യേണ്ട അവരുടെ കൾച്ചർ, മറ്റൊരു വ്യക്തിയുടെ കൾച്ചർ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. ഓരോ വ്യക്തിയുടെ ട്രഡീഷൻസ് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. അത് നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിൽ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസും കൂടെയാണ്. നമ്മൾ കുറെ കാര്യങ്ങൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, ഡിഫറെന്റ് കൾച്ചർ, ഡിഫറെന്റ് ട്രഡീഷൻസ്, ഡിഫറെന്റ് വാല്യൂസ്. അപ്പൊ അതെല്ലാം നമുക്ക് നല്ലതാണ് അല്ലെ, കുട്ടികൾക്ക് നല്ലതാണ്. This key dimension emphasize activities that improve the quality of the life in a community while honoring the culture, traditions, value and relationship in that community. നമ്മുടെ സ്കൂൾ ബേസിക് യൂണിറ്റ് ആണ്. നമ്മുടെ സമൂഹത്തിന് തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് എന്ത്, സ്കൂൾ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ കൾച്ചർ, കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മള് നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു മറ്റുള്ളവരുടെ കൾച്ചറും ട്രഡീഷനും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീടായാലും നമുക്ക് സമൂഹത്തിലേക്ക് പോകുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. ബൈ ഇൻക്ലൂഡിംഗ് ദ ആക്ടിവിറ്റി that shapes students' sense of identity and culture. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൂടെ കുട്ടികളുടെ ആ ഒരു സെൻസ് ഓഫ് ഐഡന്റിറ്റി, കൾച്ചർ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്കൂൾ ക്യാൻ ബിൽഡ് എ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഇൻ ഈച്ച് സ്റ്റുഡന്റ്. അങ്ങനെ ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് സ്കൂളുകൾക്ക് സാധിക്കുന്നുണ്ട്. ദ വർക്ക് ഓഫ് സ്കൂൾ ഇൻക്ലൂഡ് ആക്സെപ്റ്റ്. നമ്മൾ ഒരു സ്കൂളിന്റെ വർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് കുട്ടികളെ പഠിപ്പിക്കുക, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗ്രോത്ത് മാത്രമല്ലല്ലോ, അവിടെ സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ട്, ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ട്, മോറൽ ഡെവലപ്മെന്റ് ഉണ്ട്, സ്പിരിച്വൽ ഡെവലപ്മെന്റ് ഉണ്ട്, മെന്റൽ ഡെവലപ്മെന്റ് ആണ് ഓഫ് യങ് പീപ്പിൾസ്. ദ വർക്ക് ഓഫ് ദ സ്കൂൾ ഇൻക്ലൂഡ് ആക്സെപ്റ്റ് ഓഫ് സോഷ്യൽ, ഇമോഷണൽ, മോറൽ, സ്പിരിച്വൽ ഗ്രോത്ത് ഓഫ് യങ് പീപ്പിൾസ്. ഇതെല്ലാമാണ് ഒരു സ്കൂളിനെ സംബന്ധിച്ച് ആ കുട്ടിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, അവരുടെ കുട്ടികളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇതേപോലുള്ള ആക്സെപ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ പിയർ ഗ്രൂപ്പ്സിന്റെ കാര്യങ്ങള്. പിയർ ഗ്രൂപ്പ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ് ഇമോഷണൽ ഡെവലപ്മെന്റിൽ, സോഷ്യൽ ഡെവലപ്മെന്റിലൊക്കെ വഹിക്കുന്നതെന്ന്. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട്? കേട്ടിട്ടില്ലേ? ഡെവലപ്മെന്റ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഞാൻ വിചാരിച്ചു 15 എക്സാം ആയതുകൊണ്ട് ഡെവലപ്മെന്റിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, വേഗം ആൻസർ പറയുന്നു. ഓക്കെ, അപ്പൊ എന്താണ്, ഇതെല്ലാം നമുക്കൊരു സ്കൂളിലൂടെ നല്ല രീതിയിൽ കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. Thus, school have a role to play
in promoting both personal growth and cultural renewals. ഒരു കുട്ടിയെ പേഴ്സണൽ ഗ്രോത്ത് മാത്രമല്ല, അവിടെ കൾച്ചറൽ റിന്യൂവൽസിനും കൂടിയുള്ള ഒരു നവീകരണത്തിനും കൂടിയുള്ള ഒരു അവസരമാണ് അവിടെ സാധിക്കുന്നത്. പരസ്പര സ്നേഹം, പരസ്പര ബഹുമാനം, നമ്മള് മറ്റുള്ളവരുടെ നമ്മളുടെ ദൈവത്തെ മാത്രം സപ്പോർട്ട് ചെയ്യല്ല, നമ്മൾ മറ്റുള്ളവരുടെ ദൈവത്തെ കൂടി എന്ത് ചെയ്യുന്നു, റെസ്പെക്ട് ചെയ്യുന്നു, അവരുടെ കൾച്ചറും കൂടി മനസ്സിലാക്കുന്നു. അതെല്ലാം വാല്യുബിളാണ്. സ്കൂൾ ക്യാൻ ആക്ട് ആസ് എ ഫോക്കൽ പോയിന്റ് ഫോർ ദ കമ്മ്യൂണിറ്റി. ഒരു സമൂഹത്തിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോക്കസ് പോയിന്റ് ആണ് സ്കൂൾ എന്ന് പറയുന്നത്. ടു കം ടുഗദർ ആൻഡ് എൻഗേജ് ഇൻ കപ്പാസിറ്റി ബിൽഡിംഗ്. നല്ലൊരു സമൂഹത്തെ ബിൽഡ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നത് ആരാണ്? സ്കൂളുകളാണ്, അല്ലേ? അതെ മിസ്. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് ആര് വായിക്കുന്നേ? വായിക്കാം മിസ്. ബിൽഡിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് ഐഡന്റിറ്റി അല്ലേ? അതെ. The key dimension emphasizes activities that improve the quality of life in a community while honoring the culture, traditions, values, and relationships in that community. By including activities that shape students' sense of identity and culture, schools can build a sense of community in each student. The work of schools includes aspects of the social, emotional, moral, and spiritual growth of young people. Thus, schools have a role to play in promoting both personal growth and cultural renewal. Schools can act as a focal point for communities to come together and engage in capacity building. Recognizing my miss? വേണ്ടടാ, അത്രയും വരെ എടുത്തോളൂ. Okay. ഓക്കെ, അപ്പോ അത്രയും നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ റീഡ് ചെയ്തിട്ട് വേണം വരാൻ കേട്ടോ. ഞാൻ ഇന്നലെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. അതിനോട്ട് ആരാ പറയുന്നേ? മഞ്ജുടെ. മഞ്ജു ആണോ സൈനോട്ട്? ആരാ സൈനോട്ട് പറയുന്നേ? വീഡിയോ ഓൺ ആണല്ലോ. കുഴപ്പമില്ലാടാ, പറഞ്ഞോ. ഇന്നത്തെ ക്ലാസ് നല്ലതായിരുന്നു. പിന്നെ ഞങ്ങള് പരീക്ഷയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇടയിൽ കുറച്ചു നേരമൊക്കെ പരീക്ഷയൊക്കെ തന്നെയല്ലേ, അതുകൊണ്ടാണ് പുതിയ സ്റ്റുഡൻസിനെയൊക്കെ ഞങ്ങൾ പരിചയപ്പെട്ട് തന്നെ ഉള്ളൂ. കുറച്ചുപേരെയൊക്കെ ക്ലാസ് നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കീ ഡയമെൻഷൻസ് ഓഫ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പില് ഫസ്റ്റ് 3 പോയിന്റ്സ്, ഫസ്റ്റ് 3 കീ ഡയമെൻഷൻസ് ആണ് നമ്മൾ നോക്കിയത്. കമ്മ്യൂണിക്കേറ്റിംഗ്, കണക്ടിങ് ലേണിംഗ് അറ്റ് ഹോം ആൻഡ് സ്കൂൾ, ആൻഡ് ബിൽഡിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് ഐഡന്റിറ്റി. ഈ 3 പോയിന്റ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇപ്പം ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ റെക്കഗ്നൈസിംഗ് ദ റോൾ ഓഫ് ദ ഫാമിലി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നർമ്മിത പറഞ്ഞോടാ. ഇല്ല, ഒന്നുമില്ല മിസ്, താങ്ക്സ് പറയാൻ. പറയാൻ വന്നില്ല. ഓക്കെ, ഞാൻ Thank you so much, miss. താങ്ക് യു ഓൾ. Thank you. Thank you, miss. താങ്ക് യു. താങ്ക് യു മിസ്. Thank you, miss. ഞാൻ പ്രാർത്ഥിക്കട്ടെ. MT15 വേണ്ടിയിട്ട് ഡിപ്ലോമ കുട്ടികളോട് പറയണം, ഞാൻ പ്രാർത്ഥിക്കാന്ന് പറയണം. ഓക്കെ, Thank you, ma'am. എളുപ്പമായിരിക്കും. Thank you, ma'am. Okay, ma'am. Thank you. താങ്ക് യു ഓൾ. Thank you, miss.